നമസ്കാരം. പൊതുവെ സത്യസന്ധതയ്ക്ക് പേരുകെട്ട സമൂഹമായാണ് യൂറോപ്പ് അറിയപ്പെടുന്നത്. ഇവിടെ പല കടകളിലുമുള്ള ഹോണസ്റ്റി ബോക്സ് തന്നെ പേരുകെട്ടതാണ്. പലപ്പോഴും ജീവനക്കാർ ആരുമില്ലാത്ത കടകളിൽ സാധനങ്ങളുടെ വില എഴുതി വെച്ചിരിക്കുക മാത്രമാണ് ചെയ്യുക. ജനമാകട്ടെ സ്വയം സാധനങ്ങൾ തൂക്കിയെടുത്ത് അതിൻ്റെ വില കൃത്യമായി പണപ്പെട്ടിയിലിട്ട് പോവുകയും ചെയ്യും. ഈ പണപ്പെട്ടിയാണ് ഹോണസ്റ്റി ബോക്സ് എന്നറിയപ്പെടുന്നത്. സംസ്കാരത്തെക്കുറിച്ച് വലിയ മേനി പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണിത്. യൂറോപ്പിലെത്തുന്ന മലയാളി സമൂഹവും പൊതുവെ ഇത്തരം കാര്യങ്ങൾ പാലിക്കുകയാണ് പതിവ്. എന്നാൽ ഒറ്റപ്പെട്ട അപവാദങ്ങൾ എവിടെയും ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ അയർലൻഡിലെ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കിയ ഒരു വാർത്തയാണ് അയർലൻഡിലെ പ്രമുഖ മാധ്യമമായ ഐറിഷ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു മലയാളി മെയിൽ നേഴ്സ് 3 ദിവസത്തിനുള്ളിൽ 2 തവണ ഫർണിച്ചർ കടകളിൽ മോഷണം നടത്തിയതിൻ്റെ വാർത്തയാണിത്. €1000, അതായത് ഏകദേശം 93,000 രൂപയുടെ ഫർണിച്ചർ മോഷണം നടത്തിയതിനാണ് ലെനീഷ് ശശി എന്ന 26-കാരനായ മലയാളിയെ ഡബ്ലിൻ ജില്ലാ കോടതി ശിക്ഷിച്ചത്. അതേസമയം മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്തതിനാൽ ലെനീഷ് ശശിയെ നഷ്ടപരിഹാരം ഈടാക്കിയതിനു ശേഷം വിട്ടയച്ചു. 2ാം മോഷണത്തിലാണ് ഇയാൾ പിടിക്കപ്പെട്ടതെന്ന് വാർത്തയിൽ പറയുന്നു. 2 മോഷണക്കേസിലും പ്രതി കുറ്റസമ്മതം നടത്തി. ഈ വർഷം ജൂലൈ 27-ന് €1078 വില മതിക്കുന്ന ഫർണിച്ചറുകൾ ബാലിമുണിലെ ഐക്കയിൽ നിന്നാണ് ഇയാൾ മോഷ്ടിച്ചത്. ഈ വസ്തുക്കൾ പോലീസിന് കണ്ടെടുക്കാനായിട്ടില്ല. 2 ദിവസത്തിനു ശേഷം ജൂലൈ 29-ന് കടയിൽ നിന്ന് €116 വില മതിക്കുന്ന ഫർണിച്ചറുകൾ മോഷ്ടിച്ചപ്പോൾ ഇയാളെ പിടികൂടുകയായിരുന്നു. ഇതിലെ മോഷണം മുതൽ കണ്ടെടുത്തിട്ടുണ്ട്. അയർലൻഡിലെ തെഫ്റ്റ് ആൻഡ് ഫ്രോഡ് നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരമാണ് പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയത്. ലെനീഷ് ശശി അയർലൻഡിലെ ഒരു ഹോസ്പിറ്റൽ ഓങ്കോളജി വിഭാഗത്തിൽ നേഴ്സായി ജോലി ചെയ്യുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. പ്രതി തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് കോടതിയിൽ സമ്മതിക്കുകയും പിഴയടച്ച് ശിക്ഷാവിധികളിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കണമെന്നും ജഡ്ജിയോട് അഭ്യർത്ഥിച്ചു. കടയുടമകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകാമെന്നും ലിനേഷ് ശശി വാഗ്ദാനം ചെയ്തതോടെയാണ് കോടതി ശിക്ഷ ഒഴിവാക്കിയതെന്ന് ഐറിഷ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം മുമ്പൊരു പ്രശ്നവും നേരിട്ടിട്ടില്ലെന്നും ഇനി ഇയാൾ കോടതിയിൽ വരില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. പ്രതി കുറ്റം സമ്മതിക്കുകയും തൻ്റെ പ്രവർത്തികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്ന് ജഡ്ജി കെല്ലി ചൂണ്ടിക്കാട്ടി. ഇനി കോടതിയിൽ വരരുത്. അവർ ലെനേഷ് ശശിക്ക് മുന്നറിയിപ്പ് നൽകി. ഇത് വളരെ ചെലവേറിയ പാഠമാണെന്ന് കോടതി പറഞ്ഞുവെന്നും ഐറിഷ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വാർത്തയിൽ എവിടെയും പിടിയിലായത് ഒരു ഇന്ത്യക്കാരനാണെന്നും മലയാളിയാണെന്നും ഒന്നും ഐറിഷ് ഇൻഡിപെൻഡന്റ് പറഞ്ഞിരുന്നില്ല. പക്ഷേ വിഷയം അയർലൻഡിലെ ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം സജീവ ചർച്ചയായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് യൂറോപ്പിലേക്ക് കുടിയേറി വന്നവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്നും വ്യാപക വിമർശനമുണ്ടായിട്ടുണ്ട്.